2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്ന ഈ വേളയിൽ കേരളം ആകാംക്ഷയുടെ മുൾമുനയിലാണ്. വോട്ടെണ്ണലിനായി 1 മാസത്തോളം കാത്തിരിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ ആകാംക്ഷയ്ക്ക് പ്രധാന കാരണം. മെയ് 4 പുറത്തുവരുന്ന ജനവിധി ആർക്ക് അനുകൂലമാകുമെന്ന നീണ്ട കാത്തിരിപ്പിലാണ് മലയാളികൾ. എന്നാൽ ഇത്തവണ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പിന് ശേഷം UDF നടത്തിയ അവലോകനങ്ങളിൽ ഉയർന്ന വോട്ടിംഗ് ശതമാനവും പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ വർധനവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണവർ. തങ്ങൾ അണിനിരത്തിയ വനിതാ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും വിജയിച്ചു കയറുമെന്ന റിപ്പോർട്ടുകൾ UDF ക്യാമ്പിന് വലിയ വിജയപ്രതീക്ഷയാണ് നൽകുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അങ്കത്തട്ടിൽ ഇറക്കിയിരിക്കുന്നത് 11 വനിതാ സ്ഥാനാർത്ഥികളെയാണ്. ഇവരിൽ ഭൂരിപക്ഷം പേരും വിജയം ഉറപ്പിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. കോൺഗ്രസിനായി മത്സരരംഗത്തിറങ്ങിയ വനിതാ സ്ഥാനാർത്ഥികൾ അവർ മത്സരിച്ച മണ്ഡലങ്ങളിലെ ട്രെൻഡുകൾ, പോളിംഗ് രീതികൾ എന്നിവ പരിശോധിക്കുമ്പോൾ അവർക്ക് വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞുവെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വനിതാ സ്ഥാനാർത്ഥികളെയും ഇതിനോടകം തന്നെ ജയസാധ്യതയുള്ളവരുടെ പട്ടികയിലാണ് കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിസ്റ്റിൽ ഒന്നാമതായി നിൽക്കുന്ന പേര് മറ്റാരുടെയുമല്ല, അത് തൃക്കാക്കരയുടെ പ്രിയപ്പെട്ട സിറ്റിംഗ് MLA ഉമാ തോമസിന്റേതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാളികളുടെ പ്രിയ നേതാവായിരുന്ന PT തോമസിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് നടന്ന വാശിയേറിയ ഉപതിരഞ്ഞെടുപ്പിലൂടെയാണ് ഉമാ തോമസ് ആദ്യമായി നിയമസഭയിലേക്ക് വെന്നിക്കൊടി പാറിച്ചു കയറിയത്. തൃക്കാക്കരയുടെ ആ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കോൺഗ്രസിന്റെ അടിയുറച്ച ഒരു കോട്ടയാണ് തൃക്കാക്കര. അവിടെ ഉമാ തോമസിനെ പോലെ ജനപ്രീതിയുള്ള അത്രയും കരുത്തയായ ഒരു സിറ്റിംഗ് MLA വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ അവിടെ ഇടതുമുന്നണിക്ക് കാര്യമായ രാഷ്ട്രീയ സാധ്യതകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1, ഉമാ തോമസ് എന്ന നേതാവിന്റെ ആ ഒരു വ്യക്തിപ്രഭാവം. 2, കാലാകാലങ്ങളായി തൃക്കാക്കര മണ്ഡലം കാണിക്കുന്ന UDF അനുകൂല നിലപാട്. ഈ 2 ഘടകങ്ങളും കൂടി ചേരുമ്പോൾ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ UDF നിരയിൽ നിന്ന് നിയമസഭയിലേക്ക് വിജയിച്ച് കയറാൻ പോകുന്ന ആദ്യ വനിതാ സ്ഥാനാർത്ഥി എന്ന ആ വലിയ ഖ്യാതിയും നമുക്ക് ധൈര്യമായി ഉമാ തോമസിന് ചാർത്തിക്കൊടുക്കാവുന്നതാണ്. ലിസ്റ്റിലെ 2ാമത്തെ പേര് മറ്റാരുമല്ല, വടകരയുടെ സിറ്റിംഗ് MLA KK രമ. 2021 ആ ചരിത്ര വിജയം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി തുടർഭരണം നേടിയപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു വടകരയിൽ നിന്നുള്ള KK രമയുടെ വിജയം. TP ചന്ദ്രശേഖരൻ എന്ന വിപ്ലവകാരിയായ രക്തസാക്ഷിയുടെ ധീരയായ വിധവ എന്ന നിലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യമാണ് രമയെ എന്നും ജനപ്രിയയാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ നിയമസഭയ്ക്കകത്തും പുറത്തും കാണുന്നതാണ് KK രമയുടെ ആ കത്തുന്ന വാക്കുകൾ. പിണറായി വിജയനെതിരെയും ഗവൺമെന്റിനെതിരെയും ഏറ്റവും ശക്തമായ നിലപാടുകളുമായി ജനങ്ങളുടെ ഹൃദയമിടിപ്പറഞ്ഞ് പ്രതികരിക്കുന്ന മറ്റൊരു വനിതാ MLA ഇന്ന് കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ 2026 KK രമ ഒന്ന് തോറ്റുകാണണമെന്ന് CPM അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടി മാത്രമല്ല, വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. എന്തുകൊണ്ടായിരിക്കും CPM ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ക്രിമിനലുകളെ ചേർത്ത് നിർത്തുന്ന CPM ശൈലിക്കെതിരെ നിയമസഭയിൽ KK രമ നടത്തിയിട്ടുള്ള ഓരോ പ്രസംഗങ്ങളും പ്രസ്താവനകളും പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പൊതുജന മധ്യത്തിൽ തുണിയൊരുക്കുന്നതിന് തുല്യമായിരുന്നു. അത്രമേൽ മൂർച്ചയുള്ളതായിരുന്നു അവരുടെ ഓരോ വാക്കുകളും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും മലബാർ ബെൽറ്റിൽ കോൺഗ്രസിനും UDFനും അനുകൂലമായി വലിയൊരു തരംഗം തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ രാഷ്ട്രീയ കാറ്റ് വീശിയടിച്ചാൽ 2026 വടകരയുടെ MLA ആയി KK രമ തന്നെ തുടരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 3ാമത്തെ പേര് മറ്റാരുടെയുമല്ല, അത് കൊല്ലത്ത് നിന്നും UDFനായി അംഗത്തിനിറങ്ങുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നടന്നത് ശരിക്കും ഒരു ഫോട്ടോ ഫിനിഷ് തന്നെയായിരുന്നു. സിറ്റിംഗ് MLA ആയ M മുകേഷിനോട് ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടത് കേവലം 2072 വോട്ടുകൾക്ക് മാത്രമാണ്. കേരളത്തിലുടനീളം ശക്തമായ ഒരു ഇടതു തരംഗം വീശിയടിച്ച ആ സമയത്ത് പോലും
കൊല്ലം പോലെയൊരു LDF കോട്ടയിൽ മുകേഷിന് കിട്ടിയ ഭൂരിപക്ഷം വെറും 2000-ന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ 2026-ൽ ബിന്ദു കൃഷ്ണ വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനവർക്ക് ചില കൃത്യമായ കണക്കുകളുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തുവെന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഈ ഒരു ഘടകം ബിന്ദു കൃഷ്ണയ്ക്ക് വലിയ തോതിൽ അനുകൂലമാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇത്തവണ മുകേഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് S ജയമോഹനെയാണ് CPM കളത്തിലിറക്കിയിരിക്കുന്നത്. സ്ത്രീപീഡനം അടക്കമുള്ള കേസുകളിൽ പ്രതിയായതാണ് മുകേഷിനെ മാറ്റി നിർത്താൻ കാരണമായത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥി മാറ്റമൊന്നും ബിന്ദു കൃഷ്ണയുടെ വിജയസാധ്യതകളെ ഒട്ടും ബാധിക്കില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ പുറത്തുവന്ന വിവിധ മാധ്യമ സർവേകൾ പരിശോധിച്ചാൽ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ വിജയിക്കുമെന്നാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. ജനപിന്തുണയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ഒത്തുചേരുമ്പോൾ കൊല്ലം ഇത്തവണ ബിന്ദു കൃഷ്ണയ്ക്കൊപ്പം നിൽക്കാനാണ് എല്ലാ സാധ്യതയും. 4-ാം പേരുകാരി കൊല്ലം ജില്ലയിൽ നിന്നുള്ള UDFന്റെ കരുത്തുറ്റ വനിതാ സ്ഥാനാർത്ഥിയാണ്. മറ്റാരുമല്ല, ആയിഷ പോറ്റി. കൊട്ടാരക്കര സീറ്റിൽ നിന്നാണ് ഇത്തവണ അവർ ജനവിധി തേടുന്നത്. കൊട്ടാരക്കരയുടെ ചരിത്രം പരിശോധിച്ചാൽ ആയിഷ പോറ്റി എന്ന പേര് നമുക്ക് മറക്കാനാവില്ല. കാരണം R ബാലകൃഷ്ണപിള്ള എന്ന നേതാവിനെ, അതായത് കൊട്ടാരക്കരയുടെ രാജാവ് എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തിയെ 2006-ൽ ഒരു പുതുമുഖമായി വന്ന് അട്ടിമറിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. അന്ന് കൊട്ടാരക്കരയെ ഇടതുപക്ഷത്തേക്ക് ചേർത്തത് ആയിഷ പോറ്റിയായിരുന്നു. തുടർന്ന് 2011-ലും 2016-ലും തന്റെ വിജയത്തിളക്കം കൂട്ടാൻ അവർക്ക് സാധിച്ചു. പ്രത്യേകിച്ച് 2016-ൽ 40,000-ത്തിലധികം വോട്ടുകളുടെ കൂറ്റൻ ഭൂരിപക്ഷത്തിലാണ് ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ചു കയറിയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ തരംഗമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞത് 2021-ലാണ്. സിറ്റിംഗ് MLA ആയിരുന്നിട്ടും ആയിഷ പോറ്റിയെ മാറ്റി നിർത്തി പകരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ KN ബാലഗോപാലിനെയാണ് CPM അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അന്ന് കേരളം മുഴുവൻ ഒരു ശക്തമായ ഇടതു തരംഗം ഉണ്ടായിരുന്നിട്ടും ബാലഗോപാലിന്റെ ഭൂരിപക്ഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് 4-1 കുറഞ്ഞു. കേവലം 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് അദ്ദേഹം അന്ന് നിയമസഭയിലെത്തിയത്. പിന്നീട് ഇങ്ങോട്ടുള്ള 5 വർഷക്കാലം ആയിഷ പോറ്റിക്ക് CPM-ൽ നിന്ന് നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയും അവഹേളനവുമാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതിൽ മനം നൊന്താണ് അവർ പാർട്ടി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചത്. ഇപ്പോൾ അവർ കോൺഗ്രസിൽ അംഗത്വമെടുത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായി പോരാട്ട വീര്യത്തോടെ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ചില ചാനൽ സർവേകൾ ഇപ്പോഴും കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റിയേക്കാൾ ബാലഗോപാലിന് ചെറിയൊരു ആധിപത്യം പ്രവചിക്കുന്നുണ്ടാകാം. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയമായ ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. 2026-ലെ തിരഞ്ഞെടുപ്പിൽ നിലവിലെ ധനകാര്യമന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആയിഷ പോറ്റി നിയമസഭയിലെത്തുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് മണ്ഡലമാണ് കോൺഗ്രസിന്റെ അടുത്ത പ്രതീക്ഷയുള്ള മണ്ഡലം. 2026-ൽ ഇടതുമുന്നണിയിൽ നിന്ന് UDF ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന് കരുതുന്ന ഒരു സീറ്റാണിത്. സംവരണ മണ്ഡലമായ ഇവിടെ 2011 മുതൽ തുടർച്ചയായി 3 തവണ ജയിച്ചു വന്നത് CPIയുടെ V ശശിയായിരുന്നു. എന്നാൽ ഇത്തവണ 3 ടേം നിബന്ധനയുള്ളതുകൊണ്ട് ശശിയെ മാറ്റി നിർത്തി മനോജ് B ഇടവനെയാണ് CPI കളത്തിലിറക്കിയിരിക്കുന്നത്. മുൻ MP കൂടിയായ രമ്യ ഹരിദാസാണ് ഇത്തവണ ചിറയിൻകീഴിലെ UDF സ്ഥാനാർത്ഥി. രമ്യയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ആ പഴയ ശൈലിയിൽ പാട്ടുപാടിയും വോട്ടർമാരെ കയ്യിലെടുത്തും അവർ മണ്ഡലത്തിൽ വലിയൊരു ആവേശം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ രമ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. CPIയുടെ സംഘടനാ സംവിധാനത്തിലെ ചില പോരായ്മകളും നിലവിലെ UDF തരംഗവും ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ UDFന്റെ 5-ാം വിജയപ്പേരുകളിൽ ഒരാളായി നമുക്ക് രമ്യ ഹരിദാസിനെ ഉറപ്പിക്കാം. അടുത്തത് വടക്കൻ കേരളത്തിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് പേരാമ്പ്ര മണ്ഡലം. അവിടെ എതിരാളി നിസ്സാരക്കാരനല്ല. സിറ്റിംഗ് MLAയും ഇടതുമുന്നണി കൺവീനറുമായ സാക്ഷാൽ TP രാമകൃഷ്ണൻ തന്നെയാണ് ഇത്തവണയും LDFനായി അംഗത്തിനിറങ്ങുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ യുവ വനിതാ നേതാവ് ഫാത്തിമ തഹ്ലിയ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടെ ചിത്രം ആകെ മാറിമറിഞ്ഞു.
മണ്ഡലത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു തരംഗമാണ് ഫാത്തിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം മാത്രമല്ല, മതേതര വോട്ടുകൾ കൂടി ആകർഷിക്കാൻ ഫാത്തിമ തഹ്ലിയയ്ക്ക് സാധിക്കുന്നുണ്ട്. അതിനാൽ പേരാമ്പ്രയിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കുക ഫാത്തിമ തഹ്ലിയ ആയിരിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും വെറുക്കപ്പെട്ട മന്ത്രി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമാണ് AK ശശീന്ദ്രൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് വീണ്ടും CPM ടിക്കറ്റ് അനുവദിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ സീറ്റിൽ UDFന് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത് കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ മുഖങ്ങളിൽ ഒന്നായ വിദ്യാ ബാലകൃഷ്ണനാണ്. മികച്ചൊരു സംഘാടകയായ വിദ്യയുടെ പെരുമ പ്രചാരണത്തിൽ തന്നെ വ്യക്തമാണ്. AK ശശീന്ദ്രനെ പോലെ ഒരു ജനപ്രതിനിധിയെ ഇനി വേണ്ട എന്ന നിലപാടിലേക്ക് വോട്ടർമാർ എത്തിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വിദ്യാ ബാലകൃഷ്ണന് എലത്തൂരിൽ നിന്ന് വിജയിച്ചു കയറാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ ഇത്തവണ ഉഷ വിജയൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വട്ടം PK ജയലക്ഷ്മിയുടെ പരാജയത്തിന് വഴിയൊരുക്കിയത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചില ആശയ സംഘർഷങ്ങളായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞിട്ടുണ്ട്. OR കേളുവിനെ പോലെ ഒരു മന്ത്രിസ്ഥാനമുള്ള വ്യക്തിക്കെതിരെ ഉഷ വിജയൻ എത്രമാത്രം പിടിച്ചു നിൽക്കും എന്ന ആശങ്ക ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും UDFന്റെ കെട്ടുറപ്പ് പ്രചാരണങ്ങളിൽ വ്യക്തമാണ്. അതിനാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കിയ 8ാം പേരുകാരിയായി ഉഷ വിജയനെ കൂടി ചേർക്കുന്നു. ഇത്തരത്തിൽ 11 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങുമ്പോൾ 8 പേരും വിജയം ഉറപ്പിച്ചു എന്നാണ് UDFന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.